വെൽക്കം ബാക്ക് ടു മല്ലു ഡിസ്കവറി ടി വി. ഇതിന് മുമ്പ് ഞാൻ റുബിക്സ് ക്യൂബ് എങ്ങനെ 1 മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്യാന്നുള്ള വീഡിയോ ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ടായിരുന്നു. മുകളിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് കാണാത്തവർക്കായിട്ട്. സോ ടുഡേ ഞാൻ ഇന്നൊരു മിറർ ക്യൂബാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ട്യൂട്ടോറിയലാണ് കാണിക്കാൻ പോകുന്നത്. മിറർ ക്യൂബ് ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾക്ക് ഈ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ പഠിച്ചിരിക്കണം. അത് അറിയാത്തവർക്ക് ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, അതിൽ കയറി പഠിക്കാവുന്നതാണ്. ഏകദേശം 55K അബവ് അതിൽ വ്യൂസ് കിട്ടിയിട്ടുണ്ട്. നല്ല സപ്പോർട്ടായിരുന്നു. ഒരുപാട് ആൾ പഠിച്ചെന്ന് എനിക്ക് റിവ്യൂ കിട്ടിയിട്ടുണ്ട്. സോ ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. ദെൻ അപ്പോൾ ഇത് പഠിച്ചതിന് ശേഷം സെയിം സ്റ്റെപ്പാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ബട്ട് കുറച്ച് ട്രിക്കിയാണ്, ടൈം കൺസ്യൂമിങ് ആണ്. കുറച്ച് ക്ഷമയോടെ വാച്ച് ചെയ്താൽ ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നതാണ്. സോ പഠിക്കാം. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എല്ലാ അപ്ഡേറ്റ്സും നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. ഫസ്റ്റ് നമ്മൾക്ക് ഇത് അൺബോക്സ് ചെയ്യാം. ഇത് മിസ്ചീഫിൻ്റെ മിറർ ക്യൂബാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഏകദേശം 150 രൂപയുടെ താഴെയാണ്, കറക്റ്റ് ഓർമ്മയില്ല. അതായാലും ജസ്റ്റ് അൺബോക്സിലൊക്കെ കാണാം. ഓക്കെ, അതിൻ്റെ മാനുവലുണ്ട്. ഷുയിങ് സാങ്ഷു എനിക്കറിയത്തില്ല. ഓക്കെ, ചൈനീസ് ആയിരിക്കറിയാം. ഇത് വേണ്ട, എനിക്ക് ക്ഷമ കുറവാണേ. ഓക്കെ, ഇതാണ് ക്യൂബ്, മീൻസ് മിറർ ക്യൂബ്. ഏകദേശം സെയിം സൈസാണ് വരുന്നത്. ഓക്കെ, പക്ഷേ ഇത് സെയിം സ്റ്റെപ്പ് യൂസ് ചെയ്യുന്നതാണെങ്കിലും, ഐ മീൻ ഈ റുബിക് ക്യൂബിന്റെ സ്റ്റെപ്പാണ് ഇതിനും യൂസ് ചെയ്യുന്നത്. പക്ഷേ എങ്കിലും ഇതിനേക്കാൾ എത്രയോ ട്രിക്കാണ്. മീൻസ് ഇത് ഹൈറ്റ് ബേസ്ഡ് ആണ്. ഹൈറ്റ് അനുസരിച്ചിട്ടാണ് ഇത് സോൾവ് ചെയ്യുന്നത്. ഇത് ഇവിടെ കളർ ബേസ്ഡ് അല്ലേ, ഇതിൽ കളർ ബേസ്ഡ് ആണ്, ഇതിൽ ഹൈറ്റ് ബേസ്ഡ് ആണ്. അതായത് ഓരോ ക്യൂബിനും ഓരോ ഹൈറ്റും വിഡ്ത്തും ഉണ്ടാവും അതിന്. ഓക്കെ, അതിന്റെ ആ സൈസ് അനുസരിച്ചിട്ടാണ് ഇത് സോൾവ് ചെയ്യുന്നത്. സെയിം അൽഗോരിതം യൂസ് ചെയ്യുന്നത്. ഇതിന്റെ അൽഗോരിതം, അതായത് ഈ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ അറിയാത്തവർ അത് പഠിക്കേണ്ടതാണ്. അതിൻ്റെ ഈസി സ്റ്റെപ്പും ട്യൂട്ടോറിയലിനായിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം ഇതിൻ്റെ ബേസിക് റൂൾ അറിയാം. സെയിം ഇതുപോലെ തന്നെ ഇതിനും മിഡിൽ പീസസ് ഉണ്ട്. ഓക്കെ, സെയിം ഇതിനും മിഡിൽ പീസസ് ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ബേസ് സ്റ്റെപ്സ് അറിയാം. ഇതിനെന്തായാലും കളറില്ല. ഓക്കെ, പക്ഷേ ഡിഫറെൻറ്റ് ഹൈറ്റ്സാണ് വരുന്നത്. ഓക്കെ, ഇത് ഏറ്റവും വലുത്, ഇത് ചെറുത്, അതിനേക്കാളും ചെറുത്. ഓക്കെ, ആ ഒരു ഓർഡറിലാണ് വരുന്നത്. എല്ലാ ഭാഗത്തും അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു ഹൈറ്റ് ഉള്ളൊന്ന്, ഹൈറ്റ് കുറഞ്ഞ ഒന്ന്, പിന്നെ ഏറ്റവും ചെറുത്. ഓക്കെ, ചെറിയൊരു ലെയർ ഉണ്ടോ ഇവിടെ, അതുപോലെ നടുവിലെ ലെയറിൻ്റെ തിക്നെസ് നോക്ക്. സോ ആ ഒരു ബേസിലാണ് ഇത് വരുന്നത്. ഓക്കെ, സോ ആദ്യം ഇതും പഠിക്കുക. ഇത് പഠിച്ചതിന് ശേഷം സെയിം സ്റ്റെപ്പ് ആയിരുന്നു. അത് ഇത് പഠിച്ചവർക്ക് ഇത് എന്തായാലും എളുപ്പമായിരിക്കും, അല്ലാത്തവർക്ക് എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്യാം ഇത്. ഓക്കെ, നമ്മളെ സെയിം അൽഗോരിതാണ്, അതായത് റുബിക്സ് ക്യൂബിൻ്റെ അതേ സെയിം അൽഗോരിതാണ് ഈ മിറർ ക്യൂബിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ എന്തൊക്കെയോ ആക്കി വെച്ചിരിക്കുന്നു. എന്താ സ്ക്രാമ്പിൾ ഈ ഒരു കോലത്തിലാണ് കിട്ടാം, കണ്ടോ. ഇനി ഇത് തിരിച്ച് എങ്ങനെ ക്യൂബ് രീതിയിലാക്കും. എന്തായാലും കാണുമ്പോൾ കുറച്ച് ഹാർഡാണെന്ന് തോന്നുന്നുണ്ടോ, പക്ഷെ ഇത് എളുപ്പമാണ്. സോ നമ്മൾ ഈ ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്തത് എൻ്റെ വീഡിയോ അനുസരിച്ച്, അതായത് നമ്മൾ ആദ്യം വൈറ്റ് ഫിനിഷ് ചെയ്തു, പിന്നെ ആ വൈറ്റിൻ്റെ ഒപ്പം T ഷേപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ലെയർ ഫിനിഷ് ചെയ്തു. അതേപോലെ ആ 2 ലെയർ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ യെല്ലോ ഫിനിഷ് ചെയ്തു, പിന്നെ ടോട്ടൽ ഫിനിഷ് ചെയ്തു. ആ ഒരു രീതിയിലാണ് പോയത്. സെയിം ആണ് ഇവിടെ ചെയ്തത്. പക്ഷേ ഇവിടെ എങ്ങനെ നമ്മൾ ഇത് വൈറ്റ് കാണും, പക്ഷേ ഇതിൽ കളറില്ല. കളറിന് പകരം ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ കളറായി കാണുന്നു, കൺസിഡർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഇത് ഏറ്റവും ഹൈറ്റ് ഉള്ള ഒരു, ഇതിന്റെ മിഡിൽ പീസ് ഒരിക്കലും ചേഞ്ച് ആവില്ല. സെയിം ലോ ആണ് കേട്ടോ. ഇതിന് ഈ ക്യൂബിന്റെ അതേ ലോ ആണ് ഇതിലുള്ളത്. സെന്റർ പീസസ് ആയ ഒന്നും ചേഞ്ച് ആകത്തില്ല. അപ്പോൾ ഇതിൽ സെന്ററിൽ വരുന്ന ഏറ്റവും ഹൈറ്റ് തോന്നിക്കുന്ന, അതായത് ഹൈറ്റ് ഉള്ള ബോക്സ് ഏതാന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും ഹൈറ്റ് ഈ ഒരു ക്യൂബിനാണ്. ഇത് നമ്മളിങ്ങനെ നോക്കിയാൽ തരും. ഏറ്റവും ഹൈറ്റ്, ഏറ്റവും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഈ ഒരു ക്യൂബാണ്. ഓക്കെ, ക്യൂബ് എന്ന് പറയാൻ കഴിയില്ല, ഈ ഒരു റെക്ടാങ്കിൾ. ഓക്കെ, സോ ഇതാണ് വൈറ്റ്. നമ്മളെ ഇപ്പോൾ വൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഈ ഹൈറ്റ് ഉള്ള ഭാഗം. ഓക്കെ, സോ അതിന്റെ ഓപ്പോസിറ്റ് പിടിച്ച് അതിന് ക്രോസ് ആയിട്ട് ഹൈറ്റ് ഉള്ള ഈ റെക്ടാങ്കിൾ പീസ് വെക്കാം. ഓക്കെ, നമ്മൾ സെയിം
റുബിക്സ് ക്യൂബിൽ ചെയ്ത അതേ മെത്തേഡാണ്, അതേ അൽഗോരിതമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഹൈറ്റ് ഓക്കെ ഇവിടെ ഒന്ന് വെച്ച്, ഇതാ ഏറ്റവും ഹൈറ്റ് ഉള്ളത്, ഇത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ ഓക്കെ, ഇതേപോലെ ഹൈറ്റ് ഉള്ളത് നടുവിൽ കൊണ്ടുവെക്കാം എല്ലാത്തിൻ്റെയും. ഓക്കെ, ഇതിപ്പോൾ സെയിം ഹൈറ്റ് ആയിട്ടുണ്ട്, 3 സെയിം ഹൈറ്റാണ്. ഇനി ഈ ഒരു ഭാഗം കൂടി പ്ലസ് ആണല്ലോ, ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെയും കൂടി ഹൈറ്റ് ഉള്ളത് വെക്കാം. ഇയാൾക്ക് കുറച്ച് ഹൈറ്റ് ഉണ്ട്. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ്. ഇത് നിങ്ങൾ ഐഡിയ പൂർവ്വം തന്നെ കൊണ്ടുവരേണ്ടതാണ്. അതായത് ഇതിന് പ്രത്യേക സ്റ്റെപ്പൊന്നുമില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഹൈറ്റ് എല്ലാം സെയിമായി, എല്ലാം അല്ല, ഈ പ്ലസ് രൂപത്തിൽ. ഓക്കെ, നടുവിലൊന്ന് ഒഴിവാക്കി ബാക്കിയെല്ലാം ഹൈറ്റ് സെയിം ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇത് താഴേക്ക് കൊണ്ടുപോകാം. അതിനുവേണ്ടി ഇതിന്റെ സെയിം ഹൈറ്റ് ഉള്ള ഒരു സൈഡ് ഉണ്ടാവും. ഇതിപ്പം സെയിം ഹൈറ്റ് അല്ല, ഓക്കെ, മാച്ചിങ് അല്ല, ഇതും സെയിം അല്ല. ഓക്കെ, ഇത് മാച്ചിങ് ആണ്. ഓക്കെ, നമ്മൾ ഈ റുബിക്സ് ക്യൂബിൽ മാച്ചിങ് ആയത് എന്താ ചെയ്തത്, നേരെ 2 പ്രാവശ്യം തിരിച്ച് താഴെ കൊണ്ടുപോകും. ഓക്കെ, അതവിടെ പ്ലേസ് ചെയ്തോ, നോക്കണ്ട. ഇനി ഇത് മാച്ചിങ്, ഓക്കെ, മാച്ചിങ്. ഓക്കെ, ഇനി അടുത്തത് കൊണ്ടുപോവാ. ഓക്കെ, അല്ല, ഓക്കെ, അതും താഴെ കൊണ്ടുപോവാം. അതായത് ഇവിടെ ഹൈറ്റുള്ള 4 അതേ സെയിം ഹൈറ്റുള്ള സൈഡിലേക്ക് വെച്ച്, അല്ല സെയിം വിടുത്തുള്ള സൈഡിൽ വെച്ച് 2 പ്രാവശ്യം തിരിച്ച് കഴിഞ്ഞാൽ മറുഭാഗത്ത്, അതായത് നമ്മളെ വൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തില്ലേ. ഓക്കെ, ഞാൻ കാണിച്ചുതരാം. നമുക്കിപ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതായത് വൈറ്റിൻ്റെ ഒരു പ്ലസ് ഷേപ്പ്, വൈറ്റ് ഉള്ള ഇവിടെ ഏറ്റവും ഹൈറ്റ് ഉള്ള ഭാഗമാണ് നമ്മൾ വൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തത്, അതിൻ്റെ ഒരു പ്ലസ് ഷേപ്പ്. നമ്മൾ ഈ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ഈ വൈറ്റിൻ്റെ കോർണർ പീസസ് ലെവലാക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോർണർ പീസസ് എന്ന് വെച്ചാൽ ഇതേ ഹൈറ്റുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. ഇതാ ഈ ഒരു പീസ് ഇവിടെ എത്തിക്കണം, അങ്ങനെ. ഓക്കെ, സോ അതിനു വേണ്ടി നല്ല ഹൈറ്റുള്ള ആരെങ്കിലും നോക്കാം. അതാ ഇവിടെ ഒരാളുണ്ട്, ഇതിന് നല്ല ഹൈറ്റുണ്ട്, അതെവിടെ കയറ്റണം, അതിന് ഇവിടെയാണ് സൂട്ടാകുക. എന്ന് വെച്ചാൽ ഈ വിടുത്ത് കണ്ടോ, ഈ വിടുത്താണ് ഇതും സെയിം ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ കയറ്റേണ്ടത്, അതിൽ കയറ്റാനേ അവിടെ കയറ്റുമ്പോൾ ഈ ഒരു പൊസിഷൻ മാറുന്നതുകൊണ്ട് അത് മാറ്റി വെച്ച് താഴെ കൊണ്ടുവന്ന് തിരിച്ച് ഇതിലേക്ക് ഇട്ടു മുകളിൽ കൊണ്ടുപോയി. ഓക്കെ, അപ്പോൾ ഈ ഒരു കോർണർ സെറ്റായി. ഇനി ഇവിടെ ഒരാളെ കൊണ്ടുവരണം, അതിന് സെയിം ഹൈറ്റ് മാച്ച് ചെയ്ത്. ഓക്കെ, ഇതൊക്കെയാണ്. അപ്പം സൈഡിലേക്ക് കൊണ്ടുപോവാം, താഴെ വരാം, അതിടാം. കുറച്ച് സ്പീഡാക്കാൻ കാരണം സെയിം റുബിക്സ് ക്യൂബിന്റെ സ്റ്റെപ്പാണ്. ഇത് അറിയുന്ന ഏതൊരാൾക്കും ഇത് സോൾവ് ചെയ്യാവുന്നത്. ഈ ട്യൂട്ടോറിയലിന്റെ ആവശ്യം തന്നെ ഇല്ല. ഇത് അറിയുന്നുണ്ടെങ്കിൽ സെയിം തിയറി യൂസ് ചെയ്ത് ഇത് സോൾവ് ചെയ്യാം. ഓക്കെ, ഇനി ഈ ഒരു ബോക്സ്, ഇതിന്റെ തിക്നെസ് കണ്ടില്ലേ, സെയിം അല്ലേ. ഓക്കെ, എത്രയായി. ഇനി ഒരാളെ കൊണ്ടുവരാനല്ലോ, അവിടെ സൂട്ടാവുന്നത് ഈ ഒരു പീസ് സൂട്ടാവും. ഇത് ട്രയൽ എറർ മെത്തേഡിൽ തന്നെ നമുക്ക് ഓരോന്ന് പ്ലേസ് ചെയ്ത് വെച്ച് നോക്കിയിട്ട് അവിടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ വൈറ്റ് പൂർത്തിയായി. നമ്മളത് ഈ ക്യൂബിലാണ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, ഓക്കെ. അപ്പം ആ ഒരു ടീ ഒരു രൂപത്തിൽ കിട്ടും, പിന്നെ വൈറ്റ് ഫിനിഷ് ആവും. നോക്കാം, ടീ എന്ന് ഉദ്ദേശിച്ചത് ഈ ഒരു ഭാഗവും. ഓക്കെ, ഫസ്റ്റ് ലെയർ ഫിനിഷ് ആയി കിട്ടി. ഇനി നമ്മൾ ക്യൂബ് തിരിച്ചു പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സോ ഓക്കെ, നമ്മൾ ഏതായാലും വൈറ്റ് പാർട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നു. വൈറ്റ് അല്ല, ഈ ഒരു ഹൈറ്റ് ഉള്ളത്. ഓക്കെ, നമ്മൾ നേരെ ക്യൂബ് അടി മുറിച്ച് നേരെ തിരിച്ചു പിടിച്ച്
നമ്മൾ ആദ്യം ഈ റുബിക്സ് ക്യൂബ് ചെയ്ത അതേ അൽഗോരിതം തന്നെ, അതായത് ഈ സെയിം ഹൈറ്റ് ഈ ഒരു രൂപത്തിലെത്തണം, അതായത് ടോപ്പ് ടു ലെഫ്റ്റ്. ഓക്കെ, ടോപ്പ് ടു ലെഫ്റ്റിന് എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? അതായത് അപ്പ് ആന്റി ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് ആന്റി ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, ലെഫ്റ്റ്, അപ്പ്, ഫേസ്, അപ്പ് ആന്റി ക്ലോക്ക് വൈസ്, ഫേസ് ആന്റി ക്ലോക്ക് വൈസ്. ഓക്കെ, ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതൊക്കെ. അപ്പോൾ ആ ഒരു വലിയ ക്യൂബല്ല, റെക്ടാങ്കിൾ ഇവിടെ എത്തി. സോ ആ പാർട്ട് ഫിനിഷായി. ഇനി വേറെ ഒന്ന് നോക്കാം. ഓക്കെ, ഇത് ഓക്കെ, ഈ ഒരു പാർട്ട് ഇവിടെ വരണം, അതായത് ഈ ഒരു ബോക്സ് ഇവിടേക്ക് വരണം. അതിനു വേണ്ടിയിട്ട് ഫ്രം ടോപ്പ് ടു റൈറ്റ്, ഇത് ഇവിടെയുള്ള പീസ് ഇവിടേക്ക് എത്തണം. അതിനുള്ള അൽഗോരിതമാണ് അപ്പ്, റൈറ്റ്, അപ്പ് ആന്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആന്റി ക്ലോക്ക് വൈസ്, അപ്പ് ആന്റി ക്ലോക്ക് വൈസ്, ഫേസ് ആന്റി ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, ഫേസ് ക്ലോക്ക് വൈസ്. ഓക്കെ, സോ ആ ഒരു പീസ് ഇവിടെ എത്തി. ഓക്കെ, ഇനി വേറൊരു പീസ് നോക്കാം. ഓക്കെ, ഈ ഒരു ചെറുത് ഇവിടെ മാച്ച് ആവുന്നുണ്ട്, പക്ഷെ ഇവിടെ മാച്ച് ആവില്ല. ഓക്കെ, എന്തായാലും ഇപ്പൊ മാച്ച് ആവുന്നൊന്നും കിട്ടുന്നില്ല. അപ്പോൾ എന്താ ചെയ്യുക, ഈ ഒരു പീസായിരിക്കാം ഇവിടെ മറച്ചിടേണ്ടത്. അപ്പോൾ ഫോർ ടൈമിങ് ഈ ഒരു പീസ് ഇവിടെ എടുത്ത് വെക്കാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ അത് ശരിയാക്കാം. അപ്പോൾ ഫ്രം ടോപ്പ് ടു റൈറ്റ്. ഓക്കെ, അതിനു വേണ്ടി up clockwise, right clockwise, up anti-clockwise, right anti-clockwise, up anti-clockwise, face anti-clockwise, up clockwise and face clockwise. Okay, അപ്പോൾ ഏതൊരു പീസ് മുകളിലേക്ക് വന്നിട്ടുണ്ട്, ഈ ഒരു പീസ്. സോ അത് മാച്ചപ്പ് ചെയ്ത് നമുക്ക് ഇപ്പുറം കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഫ്രം ടോപ്പ് ടു റൈറ്റ് സെയിം സ്റ്റെപ്പ്. അപ്പ് ക്ലോക്ക് വൈസ്, റൈറ്റ് ക്ലോക്ക് വൈസ്, അപ്പ് ആന്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആന്റി ക്ലോക്ക് വൈസ്, അപ്പ് ആന്റി ക്ലോക്ക് വൈസ്, ഫേസ് ആന്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻഡ് ഫേസ്. സോ ഓക്കെ, ഈ ഒരു പീസ് ഇവിടേക്ക് എത്തിക്കണം. അതിന് ഫ്രം ടോപ്പ് ടു റൈറ്റിലല്ല അത് സെയിം അൽഗോരിതം യൂസ് ചെയ്യുന്നത്. അതുപോലെ എല്ലാ പീസും ഈ ടോപ്പ് ടു അതായത് ടോപ്പ് ടു ലെഫ്റ്റും ടോപ്പ് ടു റൈറ്റിലെ അൽഗോരിതം യൂസ് ചെയ്ത് സെയിം നമ്മൾ റുബിക്സ് ക്യൂബിൾ സോൾവ് ചെയ്ത് അതേ അൽഗോരിതം യൂസ് ചെയ്ത് എല്ലാം ശരിയാക്കുക. ഓക്കെ, ഞാൻ ഇത് സ്കിപ്പ് ചെയ്യാണ് ഈ പാർട്ട്. സോ up clockwise, right clockwise, up anti-clockwise, right anti-clockwise, up anti-clockwise, face anti-clockwise and up clockwise and face clockwise. Okay, so രണ്ട് ലെയർ ഫിനിഷ് ആക്കി. സെയിം നമ്മൾ റുബിക്സ് ക്യൂബ് ചെയ്ത സെയിം സ്റ്റെപ്പാണ്. ഓക്കെ, അതായത് ഇപ്പോൾ ഇനിയുള്ള രീതി ഞാൻ കാണിച്ചുതരാം. സോ ഈ ഒരു രൂപത്തിലേക്ക് കിട്ടിയിട്ടുള്ളത്, അതായത് അടിയത്തെ രണ്ട് ലെയറും വൈറ്റും ഫിനിഷായി. സെയിം അടിയത്തെ രണ്ട് ലെയറും വൈറ്റും നമ്മൾ ഉദ്ദേശിച്ച ഈ ഒരു പാർട്ട് കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഈ മുകളിലുള്ളത് മാത്രമേ ഇനി പൂർത്തിയാക്കണം. മുകളിൽ ഇപ്പോൾ യെല്ലോ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഈ ക്യൂബിൽ എന്താ ചെയ്തത്, യെല്ലോ ഇവിടെ ഒരു പ്ലസ് ആക്കണം. ഓക്കെ, യെല്ലോ ഇവിടെ പ്ലസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് എന്താ പറഞ്ഞത്, ഫേസ് അപ്പ് റൈറ്റ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, സെയിം ഇത് ചെയ്യാം. ഫേസ് up, right, up anti-clockwise, right anti-clockwise, face anti-clockwise. Okay, so ഇവിടെ ക്രോസ് കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യുക, സെയിം സ്റ്റെപ്പ് ഒന്നും കൂടി ചെയ്യുക. ഫേസ് അപ്പ് റൈറ്റ്, അപ്പ് ആൻറ്റി-ക്ലോക്ക് റൈറ്റ് ആൻറ്റി-ക്ലോക്ക് ഫേസ് ആൻറ്റി-ക്ലോക്ക്. സോ നോക്കൂ, ഇലവിടെ ക്രോസ് കിട്ടി. അത് എങ്ങനെയെങ്കിലും വെച്ചോ, ഒരു സീനല്ല. ഇലയുടെ ക്രോസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫിഷുടെ രൂപത്തിൽ വെച്ച്, അതായത് ഈ ഒരു ഭാഗം തെറ്റിയിട്ടും ബാക്കിയുള്ള എല്ലാ ഭാഗവും
അത് ഞാൻ ഇതിൽ കാണിച്ചു തരാം ഏത് രൂപത്തിൽ ഇപ്പം വന്നിട്ടുള്ളതെന്ന്. അതായത് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഈ ഒരു ഷേപ്പിലേക്കാണ്. അത് കോർണറിലുള്ള ഒന്ന് മാത്രം വ്യത്യാസമുണ്ട്, ബാക്കിയെല്ലാം സോൾവ് ആയ മാതിരി. ഓക്കെ, സെയിം പൊസിഷനിലുള്ളത്. അപ്പോൾ ഇങ്ങനെ ഫിഷിൻ്റെ രൂപത്തിലെത്തിക്കാൻ എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ എഴുതി തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്യൂബിൽ. സെയിം ഇവിടെ ഞാൻ എഴുതി തരാം, അതുപോലെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഫിനിഷ് ആകുന്നത് വരെ റൈറ്റ് അപ്പ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് റൈറ്റ് അപ്പ് 2 times റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, അപ്പോൾ ഇല പൂർത്തിയായിട്ടില്ല. ഇല എന്ന് വെച്ചാൽ ഈ ഒരു പൊസിഷനിൽ ഇപ്പോൾ കുറേ എണ്ണം ആയിട്ടില്ല. അപ്പോൾ സെയിം അതേ പൊസിഷനിൽ വെക്കുക. ഫിഷിൻ്റെ റൈറ്റ് അപ്പ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് റൈറ്റ് അപ്പ് 2 times റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, ഇല ഫിനിഷ് ആയിട്ടില്ല. റൈറ്റ് അപ്പ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് റൈറ്റ് അപ്പ് 2 times റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, യെല്ലോ ഫ്ലാറ്റായി, അതായത് യെല്ലോ ഫിനിഷ് ആയി. സെയിം നമ്മൾ ഇവിടെ ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു സ്റ്റെപ്പാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രൂപത്തിൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അതായത് താഴത്തെ 2 ലെയറും മേലത്തെ യെല്ലോയും ഫിനിഷായി. പക്ഷേ ഇങ്ങനെ കുറേ എണ്ണം സോൾവ് ചെയ്യാണ്ട് ഇവിടെ ഉണ്ട്. അതായത് ഇപ്പം ഇങ്ങനെ അതിൻ്റെതായ രീതി വെച്ച് നോക്കാം. ഓക്കെ, ഇവിടെ സോൾവ് ആയിട്ടില്ല കുറേ ഭാഗമൊന്നും. അപ്പോൾ ഈ ഒറ്റൊരു സോൾവ് ചെയ്യാത്തതിൻ്റെ ഓപ്പോസിറ്റ് പിടിച്ചിട്ട് ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, സെയിം അത് തന്നെയാണ് ചെയ്യുന്നത്. അതായത് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, ഫേസ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, ബാക്ക് 2 times, റൈറ്റ് ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, ബാക്ക് 2 times, റൈറ്റ് 2 times. ഓക്കെ, സെയിം മാച്ചപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു ഭാഗം പൂർത്തിയായിരിക്കുന്നു. ഒരു ഭാഗം പൂർത്തിയായി കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലെത്തിക്കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഉള്ള ഷേപ്പ് ഇതാണ്, ഈ സെയിം രൂപത്തിലുള്ളത്. ഒരു ഭാഗം പൂർത്തിയായി, അതിൻ്റെ അതായത് ഈ ഭാഗം പൂർത്തിയായി, അതിൻ്റെ ഓപ്പോസിറ്റ് പിടിക്കുക. ഓക്കെ, അതിലുള്ള റൈറ്റ് 2 times, അപ്പ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, up clockwise, right anti-clockwise. I'm done, baby. സോ അവസാനം ചെയ്ത സ്റ്റെപ്പ് കൊണ്ട് ഫിനിഷ് ആയിട്ടില്ലെങ്കിൽ സെയിം സ്റ്റെപ്പ് ഫിനിഷ് ആകുന്നത് വരെ റിപ്പീറ്റ് ചെയ്യുക. സോ ഈ ഒരു ക്യൂബ് സോൾവ് ആയിരിക്കുന്നു. ഇങ്ങനെയാണ് ഒരു മിറർ ക്യൂബ് സോൾവ് ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.